ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ നാമത്തിൽ നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഈശോയ്ക്ക് പകരം നിൽക്കാനാണ്. ഈശോ എങ്ങനെയൊക്കെ ഈ ലോകത്തിലായിരുന്നോ അതുപോലൊക്കെ നീ നിൻ്റെ ചുറ്റുപാടിൽ എത്തേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരിലേക്ക് സൗഖ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വിടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുക. വചനം ഇങ്ങനെ പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം: രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ഈശോ ശിഷ്യന്മാരെ മിഷൻ പ്രവർത്തനത്തിനായിട്ട് അയക്കുമ്പോൾ, വചനപ്രഘോഷണത്തിനായിട്ട് അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശമാണ് ഇതെല്ലാം ദാനമായിട്ട് തന്നേക്കുക, ദാനമായിട്ട് കൊടുക്കുവിൻ. എന്താ കൊടുക്കാൻ പറഞ്ഞിരിക്കുക? ക്രിസ്തു പ്രവർത്തിച്ച രീതിയിൽ പ്രവർത്തിക്കാനാണ് പറയുക. ഇതൊന്നും നിൻ്റെ ജീവിതത്തിൽ സാധ്യമാ, നിൻ്റെ ചുറ്റുപാടുകളിൽ സാധ്യമാ. നീ അവനെ കൊണ്ട് നിറയണമെന്ന് മാത്രം. നീ നിൻ്റെ ഉള്ളം നിൻ്റെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയാണ് കർത്താവേ. ഈശോയെ, നിനക്ക് പകരം നിൽക്കുവാനായിട്ട് നീ പ്രവർത്തിച്ച പോലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് നീ ഇന്നും ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ മേഖലകളിലേക്കും നിന്റെ അഭിഷേകം നൽകിക്കൊണ്ട് ഈ വ്യക്തിയെ സമർത്ഥമായിട്ട് നീ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.